അമ്മു സജീവന്റെ മരണത്തിൽ 6 പേരെ കൂടി അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് കുടുംബം. ഐ ക്വിറ്റ് എന്ന പുസ്തകം എഴുതിയത് അമ്മു അല്ലെന്ന് സഹോദരൻ അഖിൽ. അമ്മുവിന്റെ പരാതികളും സങ്കടങ്ങളും കോളേജ് അധികൃതർ കേട്ടില്ല എന്നും അമ്മുവിന്റെ ഫോൺ ലോക്ക് മാറ്റിയതിൽ ദുരൂഹതയുണ്ടെന്നും കുടുംബം ജനം ടിവിയോട് പറഞ്ഞു. അമ്മുവിന്റെ മരണത്തിൽ ഇപ്പോൾ സഹപാഠികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അമ്മുവിന്റെ സഹോദരൻ അഖിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ സഹപാഠികളുടെ അവരുടെ ഒരു ഇടപെടൽ എങ്ങനെയായിരുന്നു അമ്മുവിനോടുള്ളത്? ഭയങ്കര വെച്ച് കഴിഞ്ഞാൽ ഒരു വൈരാഗ്യം, അതുപോലെ തന്നെ ഭയങ്കര ദേഷ്യമൊക്കെ ആയിരുന്നു അവർക്ക് അമ്മനോട്. ഒരു കാര്യമില്ലാത്ത അമ്മു ചെയ്യാത്തതും അതുപോലെ തന്നെ ഒരു കാര്യമില്ലാത്ത കള്ളത്തരവും എല്ലാം വെച്ച് അമ്മുവിനെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ഇഷ്യൂലായിരുന്നു നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ ആദ്യത്തെയും രണ്ടാമത്തെയും കംപ്ലയിൻറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കംപ്ലയിൻറ്റ് കൊടുക്കുകയും അതുപോലെ തന്നെ അതിനുവേണ്ടി സംസാരിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ എഴുതുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ബേസിക് കൂടുതലുള്ള ദേഷ്യം കൂടുമായിരുന്നു. അങ്ങനത്തെ ഏറ്റവും അവസാനത്തെ അതായിരുന്നു ഒരു ശലീന എന്നൊരു കുട്ടിയുടെ ലോഗ് ബുക്കിൻ്റെ ഒരു കാര്യം വന്നത്. എന്ന് വെച്ചാൽ അവളത് തന്നെ എടുത്ത് വെച്ചാൽ കള്ളത്തരത്തിൽ ആണ് അലീനെ അതെടുത്ത് എവിടെയും വെച്ചിട്ട് കളഞ്ഞു എന്നതിനെ കള്ളത്തരം പറയുകയും അതുപോലെ തന്നെ അമ്മുവിൻ്റെ മുറിക്കകത്ത് ഇടിച്ച് കയറുകയും അങ്ങനത്തെ ഓരോ ഇഷ്യൂസും ഉണ്ടായി. അതിൻ്റെ ഇടയിൽ തന്നെ ആ ഒരു ടൈമിൽ തന്നെ അമ്മുവിനെ അടിക്കുകയും എന്ന് വെച്ചാൽ ശാരീരികമായിട്ടും അല്ലെങ്കിൽ എന്തായാലും പറയണ്ട അമ്മുവിനെ അടിക്കാൻ ഇതാക്കുകയും അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് നടന്നിരുന്നു. കോളേജ് അധികൃതരോട് പരാതി പറഞ്ഞിരുന്നല്ലോ നേരത്തെ, അപ്പോൾ അവരുടെ ഭാഗത്തുനിന്നൊരു ഇടപെടൽ ഉണ്ടായി? ഉറപ്പായും അവർ പറയുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും സംസാരിക്കുകയും എഴുതി വാങ്ങിക്കുകയൊക്കെ ചെയ്തു. രണ്ടാമത്തെ അതുപോലെ തന്നെ. അപ്പം ഇപ്പോൾ രണ്ടാമത്തെ വന്നപ്പോഴേക്കാണ് ഈ ലോഗ് ബുക്കിൻ്റെ കാര്യം പുറത്ത് വന്നു. ലോഗ് ബുക്കിൻ്റെ സിറ്റുവേഷൻ വന്നപ്പോഴേക്കും അമ്മയെ വിളിച്ചപ്പോഴേക്കും അമ്മ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇതിന് വെള്ളിയാഴ്ച വൈകിട്ട് ആകുമ്പോഴേക്കും ആ ബുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നടപടിയായിട്ട് മുമ്പോട്ട് പോകാം. കാരണം 2 പ്രാവശ്യം കൊടുത്ത സമയത്തും ഇതിനെ പറ്റിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴേക്കും അമ്മുവിനോട് അമ്മ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വെള്ളിയാഴ്ച വൈകിട്ടാകുമ്പോഴേക്കും ബുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ നടപടിയായിട്ട് പോകുമെന്ന്. അന്നാണ് ഈ അമ്മു വീണെന്നുള്ള അല്ലെങ്കിൽ അമ്മുവിനിങ്ങനെ സംഭവം നടക്കുന്നത്. ഈ ഫോണിന്റെ ലോക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ടൊരു ദുരൂഹത ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. കാരണം എന്താ വെച്ചാൽ അമ്മു അങ്ങനെയല്ല ഒളിപ്പിക്കുന്ന കുട്ടിയൊന്നുമല്ല. പക്ഷേ ഹോസ്റ്റലിലൊക്കെ ആയതുകൊണ്ട് തന്നെ അമ്മു എൻ്റെ ലോക്കും ബാക്കിയൊക്കെ ഇട്ട് വെച്ചിരുന്നു. അത് എനിക്കും അറിയാം. എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു ബന്ധമായിരുന്നു വെച്ചിരുന്നത്. ഒരു കൂട്ടുകാരൻ ചേട്ടൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ അങ്ങനെ ഒരു നല്ലൊരു വേറൊരു വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പോലത്തെ ബന്ധം ഞാനും അമ്മുമായിട്ട് വെച്ചിരുന്നു. അതുകൊണ്ട് ലോക്ക് അമ്മു സൂക്ഷിച്ചിരുന്നു. ആ ലോക്ക് ബേസിക്കലി ഞാൻ ഇന്നലെ പോയി നോക്കുമ്പം ഫോണിൽ ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നമ്മുടെ CA സാറിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചപ്പോൾ ഫോൺ കിട്ടിയപ്പോഴും അങ്ങനെ ലോക്കില്ലാതെ കിട്ടിയെന്ന് അതിലെനിക്ക് നല്ല സംശയം തോന്നുന്നുണ്ട്. ഈ 4 പേര് മാത്രമാണ്, അതിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം പോകേണ്ടതില്ലേ? ഉറപ്പായിട്ടും. കാരണം മൊത്തം 9 പേരായിട്ടുള്ള ഒരു ഗ്രൂപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അതിലിപ്പോൾ 4 പേരെ 4 കുഞ്ഞുങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ബാക്കിയുള്ളവരിൽ നിന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് മാത്രമല്ല, അവരെ ചോദ്യം ചെയ്യുമ്പോഴേക്കും എന്താ നടന്നതെന്ന് മുഴുവൻ സത്യം അറിയാൻ ഉറപ്പായിട്ടും പറ്റും. അതിനകത്തുണ്ടായിരുന്ന പല കുട്ടികൾ, പനകാന്നൊരു കുട്ടിയുണ്ടായിരുന്നു, അതുപോലെ തന്നെ അൻസുന്നൊരു കുട്ടിയുണ്ടായിരുന്നു. അങ്ങനത്തെ അവരെ എല്ലാവരെയും ഒന്ന് ചോദ്യം ചെയ്താൽ, നല്ല രീതിയിൽ ഒന്ന് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ അറിയാം. കാരണം പോലീസുകാർ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം അതനുസരിച്ച് തന്നെയാണ് ചെയ്തത്. നല്ല രീതിയിൽ ആണ് നിൽക്കുന്നത്. ഏതായാലും ഈ വിദ്യാർത്ഥികൾ ഇപ്പോൾ അറസ്റ്റിലായവരുടെ ഭാഗത്തു നിന്നും നിരന്തരം ഉപദ്രവം അമ്മു ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് സഹോദരൻ പറയുന്നത്. മാത്രമല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ദുരൂഹതകളും നിലനിൽക്കുന്നുണ്ട്. ഫോണിന്റെ ലോക്ക് മാറ്റിയ വിഷയത്തിൽ ഉൾപ്പെടെ പല സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇതിലൊക്കെ തന്നെ ഒരു കൃത്യമായ രീതിയിൽ ഒരു അന്വേഷണമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത്. അമ്മുവിന്റെ വീട്ടിൽ നിന്നും ക്യാമറമാൻ രഞ്ജിത്തിനൊപ്പം രശ്മി കാർത്തിക, ജനം.